ഹായ്, ജോസിൻ ഗ്രീൻവോൾ സ്വാഗതം. നാം വന്ന് നിൽക്കുന്നത് നോബൽ മടിക്കാങ്കൽ വീട്ടിലാണ്. അദ്ദേഹം ധാരാളം തേനീച്ചക്കൂടുകൾ, അതുപോലെ അനുബന്ധ ഉപകരണങ്ങൾ, തേനീച്ചക്കൂടിന് വേണ്ട സ്മോക്കർ, അതുപോലെ തന്നെ ഇതുപോലുള്ള സ്റ്റാൻഡുകൾ, എളുപ്പത്തിലുണ്ടാക്കാവുന്ന സ്റ്റാൻഡുകളൊക്കെ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം. അതിനെപ്പറ്റി പറയാമോ? അത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പെട്ടികൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ സ്റ്റാൻഡിൻ്റെ ഒതുക്കമുള്ള സ്റ്റാൻഡുകൾ വേണം. നമ്മൾ ഒരു കാറ് വന്നു, കാറെ കയറ്റിക്കൊണ്ട് പോകണം. ഒരു ചാക്കിന് 10 സ്റ്റാൻഡ് കൊണ്ടുപോകണം. ഇപ്പം മണിമല എന്നൊരു ഏട്ടൻ വിളിച്ചിട്ടുണ്ട്, പുള്ളിക്ക് 20 സ്റ്റാൻഡ് വേണം. അവർ കാറ് കൊണ്ട് വരണം, അല്ലെങ്കിൽ വണ്ടി കൊണ്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ബസ്സിന് വന്നാൽ മതി കേട്ടോ, മതി. അപ്പോൾ ഇത് വേണം, ഇത് കെട്ടുന്നു, ഇത് ചാക്കിനകത്ത് കെട്ടുന്നു, അവിടെ കൊണ്ട് നിങ്ങൾ ഇത് വെക്കുന്നു, ഉറപ്പിച്ചു. ഈസി ആയിട്ട്. ഇപ്പം ഞാൻ 10, 30, 50 പെട്ടികൾ കാറെ കയറ്റിക്കൊണ്ട് പോവാണ് കോളനി പിരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ സ്റ്റാൻഡ് കൊണ്ടുപോകണ്ടേ? അപ്പോൾ ഈ സ്റ്റാൻഡ് ഇങ്ങനെ മൊത്തത്തിൽ ഇരിക്കുകയാണെങ്കിൽ എത്ര സ്റ്റാൻഡ് കയറും? വളരെ എളുപ്പം. അതിനാണ് ഈ രീതിയിലാക്കി. ഇത് സ്റ്റാൻഡ് 200 രൂപ വില ആവത്തുള്ളൂ. ഇത് നല്ല പൈപ്പ് ഇട്ടടിക്കുമ്പോൾ 200 രൂപ. നമ്മൾ 250 രൂപ ലാഭമായിട്ട് 250 രൂപയ്ക്കാണ് വിൽക്കുന്നത്. പിന്നെ കൂടുതൽ കൊണ്ടിട്ട് വില കുറയും കിട്ടും. അതെ, അതിൻ്റെ എല്ലാത്തിനും അങ്ങനെയാണല്ലോ. ഒരു സ്റ്റാൻഡ് വെച്ചാൽ ഈ വിലയാവും. അപ്പോൾ ഇതിന് കപ്പൊക്കെ വെച്ചാൽ കൊടുക്കണം കേട്ടോ. കപ്പ് വെച്ച് നീറിന്റെ പ്രശ്നം എപ്പോക്സി അടിക്കും. പിന്നെ അത് ഇതിലല്ല കൊടുക്കുന്നത് നല്ല ഭംഗിയായിട്ട് കൊടുക്കുന്നത്. അതെ. ഇപ്പം അനുബന്ധ ഉപകരണങ്ങൾ, സ്മോക്കറൊക്കെ ഇല്ലേ? പിന്നെ എല്ലാം കൂടെ സാധനം. സ്മോക്കർ, തേനീച്ചയ്ക്ക് നമുക്ക് വേണ്ട എന്ത് സാധനം, എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. എല്ലാ സാധനവും ഉണ്ട്. അതെ. ഗേറ്റ്, ക്വീൻ ഗേറ്റ്, എല്ലാം, എസ്കോട്ടർ, എക്സ്ട്രാക്ടർ, അത് കൊറിയർ വഴിയായിട്ട്. ഇപ്പോഴാണ് ശരിക്കും പറയുന്നത്, സാർ ഇപ്പം വന്നപ്പോഴാണ് ഞാൻ കൊടുക്കുന്നുള്ള വിവരം ഇങ്ങനെ പൊതുജനങ്ങൾ അറിയുന്നത്. ഞാൻ ഒരെണ്ണം പരസ്യം ചെയ്യാറില്ല. തേനും പരസ്യം ഇടാറില്ല, ഒരു സാധനം വിൽപ്പനയ്ക്ക് പരസ്യം ഇടാറില്ല. എനിക്ക് അത് സ്വാഭാവികമായിട്ട് ചിലവായി ക്വാളിറ്റിയുള്ള സാധനമാണെങ്കിൽ ആൾക്കാർ തേടി വരും. നമ്മൾ തേനീച്ച നെക്ടർ തേടുന്ന പോലെ. അതെ. ആൾക്കാർ ഈ നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാർ ഇപ്പൊ കോളനി കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ നിൽക്കുവാണ്. പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, തികയുന്നില്ല. കൊടുക്കാതെ ഇതുകൊണ്ട് ഈ സ്റ്റാൻഡൊക്കെ കുറേ സ്റ്റാൻഡ് എടുക്കുന്നില്ല. അതെല്ലാം ഈച്ച കഴിഞ്ഞ ദിവസം കൊടുത്തതാണ്. ഈച്ചയ്ക്ക് പെട്ടി കൊണ്ട് ആൾക്കാർ പെട്ടിയോട് എടുത്ത് കൊടുക്കും. പിന്നെ പെട്ടിയോട് കൊടുക്കുന്നവരുണ്ട്, പെട്ടി തന്നെ മേടിക്കുന്നവരുണ്ട്. ഇങ്ങനെ അതെ. ഞാൻ ഫുൾ ടൈം രാവിലെ 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി ചിലപ്പോൾ വേണ്ടി ജീവിതം മാറ്റി വെച്ചതാ. ഇവർക്ക് ഫീഡ് ചെയ്യുന്നൊക്കെ രാത്രിയിലായിരിക്കും. മിക്കവാറും രാത്രിയിലൊക്കെ ഈച്ചയ്ക്ക് തീറ്റ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് സൂര്യപ്രകാശത്തിന് നമ്മുടെ ലൈറ്റ് വെട്ടത്തേക്ക് പോകുന്നു പറയുന്നുണ്ട്. അങ്ങനെ ലൈറ്റിന് അഭിമുഖമായിട്ട് നമുക്ക് വെക്കാൻ പാടില്ല ശരിക്കും. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ഗോഡൗണാണ്. പക്ഷേ ഇതിൽ ചുറ്റിലുണ്ട് എത്ര വീടുകളുണ്ട്. പക്ഷേ ഇവിടെ 100 കിലോ പെട്ടികൾ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു പ്രശ്നമില്ല, യാതൊരു പ്രശ്നമില്ല. ആർക്കും യാതൊരു പ്രശ്നമില്ല കേട്ടോ. ഇല്ല, നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ രാവിലെ കൊടുക്കും. അടുപ്പിച്ച് വെക്കാവോ? ഒരു കുഴപ്പമില്ല. ഇത് സാറ് കണ്ടില്ല, ഇത് കാണണല്ലോ. പിന്നെ യാതൊരു കുഴപ്പമില്ല. തേൻ മരുഭൂമി കൊണ്ടുവച്ചാൽ തേൻ കിട്ടത്തില്ല. സ്രോതസ്സുണ്ടോ? തേൻ കിട്ടിയിരിക്കും. 25 ഇല്ല. ഇല്ല. അത് സ്രോതസ് ഉള്ളിടത്ത് നമ്മൾ എത്ര പെട്ടികൾ സ്ഥാപിക്കാം. പിന്നെ ഓഫ് സീസണിൽ അത് പരാജയം. നമുക്ക് പൂമ്പടി ലഭ്യത ഇല്ലാതെ ഫീഡിങ് കൊടുക്കണം. പിന്നെ രോഗങ്ങൾ വന്നാൽ ചിലപ്പോൾ ആ സൈറ്റ് മൊത്തം പോകും. അപ്പോൾ ഞാനിത് ഇങ്ങനെ വെക്കാം എന്ന് പറഞ്ഞാൽ എൻ്റെ 3-4 സൈറ്റുകൾ 100 മിച്ചം കോളനികൾ ഇരിക്കുവാണ്. പക്ഷേ അതിനെ ഒഴിവാക്കി 20 ആക്കാൻ പോവാണ്. എനിക്ക് ഈ കോഴായിൽ കഴിഞ്ഞ ദിവസം വലിയൊരു പരാജയം പറ്റി. അവിടെ കീടനാശിനി അടിച്ച് 50 അല്ല 150 വെട്ടി പോയി. അത് ഞാനത് സെല്ലിട്ടിട്ട് പിരിക്കാൻ വേണ്ടി ചെന്ന വഴിയാണ്. പെട്ടിയും കൊണ്ട് പിരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇതാണ്ടേ മൊത്തം ഈച്ച പോയി. ഇതിന് 10 രൂപ കിട്ടും കേട്ടോ. 3-4 കോളനി ആടകളൊക്കെ കുറെ അത്യാവശ്യം റാണിയുണ്ട്. 10 രൂപ കിട്ടും. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി കോളനി എണ്ണം. പക്ഷെ എനിക്കെന്നാലും ഇത് മാത്രം വരെ ഈ പല സ്ഥലങ്ങളിൽ കോളനി വിൽപ്പന ഉള്ളതുകൊണ്ട് അതുകൊണ്ട് എങ്ങനെ കുറച്ച് വെക്കാൻ പറ്റും. ഇപ്പം 50 കോളനിക്ക് വന്നാൽ പല സൈറ്റ് പോട്ടെ. ഇതിപ്പോൾ 50 കോളനി ഇവിടെ എടുത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇവിടെ കൊടുത്ത് കുറച്ചായി കഴിയുമ്പോഴത്തേക്ക് ബാക്കി ഇവിടെ ഫില്ല് ചെയ്യും, അടുത്തടുത്ത് പിരിച്ചു കൊണ്ടുവന്നു. അത് മാത്രമല്ല, ഇപ്പം ഞാൻ എനിക്ക് രേഖ വന്നല്ല, നമ്മുടെ സുഹൃത്തുക്കളുടെ വിറ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാം വിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വിൽക്കാൻ വേണ്ടി വിവരം പറയും. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടും, അവരവിടെ ചെന്ന് മേടിച്ചോളും. അത് തേനായാലും അങ്ങനെയാണ്. എനിക്ക് വിൽക്കാനുള്ള സുഹൃത്തുക്കൾ വിളിച്ചാൽ ഞാനിപ്പോൾ കൊടുക്കുന്ന റേറ്റിനേക്കാൾ താത്ത് വേറെ ആൾ കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മുടെ റേറ്റ് കുറച്ച് ആൾക്കാർ ചോദിക്കുമല്ലോ, ഞാൻ അത് അവരെ കുറച്ച് വിട്ടു. നമ്മുടെ തേൻ ഇരുന്നുകൊണ്ടാണ് അടുത്ത ആളുടെ വിറ്റ് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് ആ റേറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അവർക്ക് കൊടുക്കാം. ഇപ്പം സാർ ഇപ്പോൾ ഒരു 50 കോളനി ഈച്ച വളർത്തി സാറ് തന്നെ പണിയുന്നു. സാറിന് ലാഭം വില കുറച്ച് കൊടുത്താൽ ലാഭം എന്നെ സംബന്ധിച്ച് പറ്റത്തില്ല. എനിക്ക് സീസണായി 5-6 പണിക്കാരാ.
അവർക്ക് പൈസ കൊടുക്കണ്ടേ? പൈസ ചിലവ്. അതുകൊണ്ട് നമുക്ക് റേറ്റ് ഒരു പരിധി കൂടുതൽ കുറയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ റേറ്റ് അപ്പം കുറഞ്ഞ റേറ്റ് കൊടുക്കാൻ തയ്യാറുള്ളവർ കൊടുത്തോട്ടെ, നമുക്ക് നേട്ടമാണ്. നമ്മുടെ വിപണിയിൽ അത്ര മാറിപ്പോട്ടെ, വിപണിയിൽ അത്ര സാധനം ഒഴിവാക്കി കിട്ടിയല്ലേ, നമ്മുടെ ക്വാളിറ്റി സാധനം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത് തന്നെ നല്ല വിദ്യ. അതുകൊണ്ട് ഇപ്പം തന്നെ ഈച്ചയ്ക്ക് പലരും എന്നോട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം അടുത്ത ആഴ്ചത്തിന് കൊടുക്കും. അപ്പം എനിക്ക് കൊടുക്കാൻ തികയത്തില്ലാത്തതുകൊണ്ട് എനിക്ക് വേറെ മാറ്റി കൊടുക്കും. അത് എൻ്റെ കോളനി മുഴുവൻ പിരിച്ചു തീർന്നു കേട്ടോ, പിരിച്ചു തീർന്നു. ഇപ്പോൾ കുറച്ചെണ്ണം എനിക്ക് വന്ന് ഇപ്പം മൊത്തത്തിൽ പിരിച്ചെടുത്ത ഒരു 10-20 എണ്ണം പോയിട്ടുണ്ട്. ഈ കാലാവസ്ഥ മോശം കൊണ്ടാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ഒന്നും തന്നെ പോയില്ല, 1-2 ഒക്കെ കണ്ടേ പോയുള്ളൂ. ഈ വർഷം ചില പോസ്റ്റ് കൂടുതലാണ്, ഒരു 20-30 എണ്ണം ഒക്കെ കൂട്ടിക്കോളെ, അത്ര എണ്ണം പോയി. അതെ, നമുക്ക് പോയത് ഇത്ര സങ്കടമുണ്ട്. നമ്മളെ വീണ്ടും കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ വളരെയധികം നന്ദി. ഇത്രയും നല്ല അറിവുകൾ പകർന്നു എന്നോട് ചേട്ടായിക്ക് വളരെയധികം നന്ദി പറയുന്നുണ്ട്. ഇനിയും കൂടുതൽ അറിവുകൾ നമുക്ക് പകർന്നു തരും. നമ്മുടെ വാട്സാപ്പിൽ കൂടെ ഒത്തിരി അറിവുകൾ, വളരെയധികം അറിവുകൾ പകർന്നു തരുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരും കേൾക്കുകയും നോട്ടുകൾ കുറിച്ച് വയ്ക്കുകയും ചെയ്യണം. നന്ദി. താങ്ക് യു.